ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയേറെ രുചികരമായിട്ടുള്ള ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങാദോശയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഇൻസ്റ്റൻറ്റ് ദോശ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. തേങ്ങാദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി ഒരു നൈറ്റ് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി അരി കുതിർക്കാൻ വെച്ചിട്ട് രാവിലെ അരച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഈ പച്ചരി മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു തേങ്ങാദോശ വറുത്ത അരിപ്പൊടി വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലോട്ട് 1/2 ഗ്ലാസ് ചോറ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വെള്ളക്കുറുവയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിലോട്ടൊരു 6 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളി ഇടരുത് കേട്ടോ, ചെറിയ ഉള്ളി തന്നെ ഇടണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ട കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അതിനായിട്ട് ജാർ കഴുകിയിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്യാവശ്യം ലൂസായിട്ട് തന്നെ ഇരിക്കണം. വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവറായിട്ട് ഒഴിക്കരുത്. ഞാനിപ്പോൾ ഇതിലോട്ട് കറക്റ്റ് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 മുറി തേങ്ങ ചെറിയതാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴിത് നമ്മുടെ ദോശയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള തവയിലോട്ട് നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡി ആയി കിട്ടും. ഇപ്പോൾ ഇത് നമ്മുടെ തേങ്ങാദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തവയിൽ നിന്ന് എടുത്തു മാറ്റാം. ദോശ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ദോശ ഞാനിപ്പോൾ നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടില്ല. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഏതൊരു രീതിയിൽ വേണമെങ്കിലും ഈ ഒരു ദോശ തയ്യാറാക്കി എടുക്കാം. നന്നായിട്ട് മൊരിയിച്ചെടുക്കാം, അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നല്ല ക്രിസ്പി ആയിട്ടാട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്, കണ്ടോ. അപ്പോൾ എത്ര കഴിച്ചാലും മതി വരാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ തേങ്ങാദോശയാണിത്. ഇടയ്ക്കിടയ്ക്ക് ഈ തേങ്ങ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ മാവ് ഉണ്ടാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഈ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഏതൊരു കറിക്കൊപ്പം നമുക്ക് ഈ ഒരു ദോശ കഴിക്കാവുന്നതാണ്. എനിക്ക് ഈ തേങ്ങാദോശ കഴിക്കാൻ കൂടുതൽ ഇഷ്ടം ചുവന്ന തേങ്ങാ ചട്നിക്കൊപ്പമാണ് കേട്ടോ. അതിനെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള നാടൻ തേങ്ങാദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.